بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. جاء رحمة بمكارم متزينا متعطفا لجميع خلق محسنا بشريعة الجد العليم متدينا عني خليل الله إبراهيم. يا رب صل على من هل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ അതിലെ
മൂന്നാമത്തെ ആയത്ത് ആസ്പദമാക്കി കാരുണ്യത്തിൻ്റെ കുളിരും തണലും എന്ന വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പേരുകളിൽ വളരെ പ്രശസ്തമായ മറ്റ് സൃഷ്ടികൾക്ക് പറയപ്പെടാത്ത പേരാണ് റഹ്മാൻ എന്ന പേര് എന്നതും വിശാലമായ വ്യാപകമായ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ വിവരിക്കുമ്പോൾ നാം സംസാരിച്ചിട്ടുണ്ട്. അർ-റഹീം എന്ന പേര് സൂചിപ്പിക്കുന്നത് ചിലർക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹം, പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നവൻ എന്നതാണെന്നും നാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ എല്ലാ കാരുണ്യവും ചൊരിക്കുന്ന, പ്രത്യേകക്കാർക്ക് പ്രത്യേക കാരുണ്യം ചൊരിക്കുന്ന അല്ലാഹുവിന്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്ത് ആരംഭിക്കുന്നു എന്നത് നമുക്ക് പറയാൻ പഠിപ്പിച്ചു തന്നതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു തന്നെ അവനെ സ്തുതിച്ച വാചകം നമുക്ക് അവനെ സ്തുതിക്കാനുള്ള മഹത്തായ വാചകം, സർവ്വലോകത്തെയും സൃഷ്ടിച്ചു സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് സർവസ്തുതികളും എന്ന് പറയുന്ന മഹത്തായ ആശയം നമ്മെ പഠിപ്പിക്കുകയും അത് പറയാൻ സൂചിപ്പിക്കുകയും ആ വാക്കിലൂടെ അവൻ തന്നെ അവനെ സ്തുതിക്കുകയും നമുക്ക് അവനെ സ്തുതിച്ചു പറയാനുള്ള ഏറ്റവും മഹത്തായ വാചകം നമ്മെ പഠിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഇന്നലെ നാം വിവരിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരായത്താണ് അർ-റഹ്മാനിർ റഹീം. ഈ ആയത്തിന്റെ ഘടനകൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ച വിഷയത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണല്ലോ ഇന്നലെ നാം സംസാരിച്ച ആയത്ത്. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം ആദ്യമായി സംസാരിച്ച വാചകമാണ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആത്മാവ് നിക്ഷേപിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ ആദ്യമായി സംസാരിച്ച വാചകമാണ് അൽഹംദുലില്ലാഹ്. ഇന്നലെ പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവസാനമായി സ്വർഗത്തിൽ എത്തിയ മുഅ്മിനീങ്ങൾ അവസാനം പറയുന്ന വാചകം വആഖിറു ദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് തന്നെയാണ്.
അൽഹംദുലില്ലാഹ് എപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വാചകമാണെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. 8 അക്ഷരങ്ങളാണ് അൽഹംദുലില്ലാഹ് എന്ന വാചകത്തിൽ ഉള്ളത്. സ്വർഗത്തിന് 8 വാതിലുകളാണുള്ളത്. ഈ 8 അക്ഷരങ്ങൾ ആത്മാർത്ഥമായി ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടാൻ അത് കാരണമാണ്. സഹോദരന്മാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന പോറ്റി വളർത്തുന്നവനായ അല്ലാഹുവിന് സർവസ്തുതിയും അവനാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ആ വാചകം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിലൊന്നാണ് അല്ലാഹു അവതരിക്കുകയില്ല എന്നത്. ചിലപ്പോൾ ക്രിസ്ത്യാനികൾ മറ്റ് ചില ആളുകളുമൊക്കെ ദൈവത്തിന്റെ അവതാരമാണ് യേശു എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെന്നോ വസ്തുവെന്നോ പറഞ്ഞ് ദൈവത്തിന്റെ അവതാരങ്ങളാണെന്ന് പറഞ്ഞ് പലരും ഭൂമിലോകത്ത് പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷപ്പെടാത്തവരെ അങ്ങനെയാണെന്ന് ആരോപിച്ച് അവര് തന്നെ ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ പറഞ്ഞ് അവരെ അല്ലാഹു പൊരുത്തപ്പെടാത്ത വിധത്തിൽ പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ളവർ ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ആലമീൻ സർവ്വലോകത്തിന്റെയും റബ്ബാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു, പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അല്ലാഹു മറ്റൊന്നിൽ ലയിക്കുകയില്ല, മറ്റൊന്നിൽ ഇറങ്ങുകയില്ല, മറ്റൊന്നിൽ അവതരിക്കുകയില്ല. കാരണം എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന് മാറ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. മറ്റൊന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു സ്ഥലകാലതീതനാണ്. അല്ലാഹു ആകാശത്തിലാണെന്നോ ഭൂമിയിലാണെന്നോ ഏതെങ്കിലും സൃഷ്ടിയുടെ മേലെയാണെന്നോ താഴെയാണെന്നോ അല്ലാഹുവിന് ഏതെങ്കിലും ഭാഗമുണ്ടെന്നോ വിശ്വസിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എതിരാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആശയത്തിനെതിരാണെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. കാരണം മഹാനവറുകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമീങ്ങളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും വ്യക്തികൾക്കും സൃഷ്ടികൾക്കും അല്ലാഹു അല്ലാത്ത മുഴുവനത്തിനും പറയുന്ന പേരാണ് ആലം. മാസിവൽ ബാരി തആല, അല്ലാഹുവല്ലാത്ത മുഴുവനത്തിനും അറബിയിൽ പറയുന്ന വാചകമാണ് ആലം. ആലം എന്ന് പറയാൻ തന്നെ കാരണം, അലമ് എന്ന് പറഞ്ഞാൽ കൊടി എന്നല്ലേ അർത്ഥം, ചിഹ്നം എന്നല്ലേ അർത്ഥം. ഇൽമു എന്ന് പറഞ്ഞാൽ അറിവ് എന്നല്ലേ അർത്ഥം. ആലം എന്ന് ലോകത്തെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച്, അല്ലാഹു അല്ലാത്തതിനെ സംബന്ധിച്ച് ആലം എന്ന് പറയാൻ തന്നെ കാരണം ഏത് സൃഷ്ടിയെ എടുത്ത് പരിശോധിച്ചാലും അള്ളാഹുവിലേക്കുള്ള അടയാളമാണ്, അള്ളാഹുവിനെ വിളിച്ചറിയിക്കുന്നതാണ്, അള്ളാഹു ഉണ്ട് എന്നറിയിക്കുന്നതാണ് ഏത് സൃഷ്ടിയും. കാരണം ഇവിടെ നേരത്തെ ഇല്ലാത്ത ഒരു വസ്തു, ആ വസ്തുക്കളാണല്ലോ സൃഷ്ടികൾ. ആ വസ്തു ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിയവൻ വേണമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സർവ്വ സൃഷ്ടികൾക്കും പറയുന്ന പേരാണ് ആലം. അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ചിഹ്നങ്ങളാണ്, അടയാളങ്ങളാണ് ലോകം മുഴുക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത്. ആ ലോകമെന്ന് പറഞ്ഞത് ആകാശവും ഭൂമിയും അർശും കുർസിയും ലൗഹും ഖലമും മലക്കും മനുഷ്യനും എല്ലാം ഉൾപ്പെട്ടു കഴിഞ്ഞു. അവകളെ മുഴുവനും ഉണ്ടാക്കിയവനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ
അവകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തുടക്കമില്ലാത്ത വിധത്തിൽ അല്ലാഹു ഉണ്ട്. അവന് ആകാശത്തിന്റെ ആവശ്യം ഇല്ല, ഭൂമിയുടെ ആവശ്യം ഇല്ല, അർശിന്റെ ആവശ്യം ഇല്ല, കുർസിയുടെ ആവശ്യം ഇല്ല. നമുക്ക് നിൽക്കാൻ സ്ഥലം വേണം, നമുക്ക് കഴിയാൻ സമയം വേണം, നമുക്ക് വലത് ഇടത് മുന്ന് പിന്ന് മേലെ താഴെ ഇങ്ങനെ ഭാഗങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാം അള്ളാഹു പടച്ചിട്ടുള്ളതാണ്. ഇവയൊക്കെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. അന്ന് അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല, ഇന്നും അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഹുവൽ ഗനിയ്യു, അല്ലാഹു തആല ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു ഒരു സ്ഥലത്തുമാണെന്ന് പറയാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ആശയത്തിന് വിരുദ്ധമാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നു. ഇമാമിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്റെ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നത് എന്താണ്? സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹു തആല. അപ്പൊ സ്വാഭാവികമായും ഒരു മനുഷ്യന് തോന്നിപ്പോകാൻ ചെറിയൊരു സാധ്യതയുണ്ട്. എന്താണ് സാധ്യത? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ചെറിയവൻ അല്ലേ? ഞാൻ വളരെ നിന്ദ്യനല്ലേ? ഇവിടെ സൂര്യനും ചന്ദ്രനും ആകാശങ്ങളും ഭൂമികളും സർവ്വലോകത്തുമുള്ള സർവ്വ സൃഷ്ടികളും പടച്ച റബ്ബ്, ആ റബ്ബിന്റെ വലിയ വലിയ സൃഷ്ടികളുടെ മുന്നിൽ ഞാൻ വളരെ ദുർബലനും വളരെ ചെറിയവനും വളരെ നിന്ദ്യനും അല്ലേ? അതുകൊണ്ട് ഞാനൊരു വലിയവനാണ് എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കുന്നു എന്നത് ഒരു നല്ല കാര്യമാണ്. ആ തോന്നൽ ഉണ്ടാവുകയും വേണമല്ലോ. പക്ഷേ മനുഷ്യന് ചിലപ്പോൾ തോന്നിപ്പോകും, ഈ ചെറിയവനായ ഞാൻ അല്ലാഹുവിലേക്ക്, ഇതെല്ലാം പടച്ചു സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിലേക്ക് ഞാൻ സാമീപ്യം കരകരമാക്കുന്നത് എങ്ങനെ? ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് എങ്ങനെ? ഞാൻ അല്ലാഹുവിലേക്ക് ചേരുന്നത് എങ്ങനെ എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഭീതിയും ഭയവും, അല്ലാഹുവിനെ സംബന്ധിച്ച് അവന്റെ അളമത്ത്, അവന്റെ മഹത്വം, ഈ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ്, ആ രാജാവിലേക്ക് ഈ ചെറിയ നിന്ദ്യനായ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞാൽ കിട്ടുമോ? അല്ലെങ്കിൽ ഞാൻ അവനിലേക്ക് എനിക്ക് അവന്റെ സാമീപ്യം കിട്ടുമോ? ഞാൻ അവനിലേക്ക് അടുക്കാൻ സാധിക്കുമോ? എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മോട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെയാണ്, അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നത് പോലെയാണ്, ഫകഅന്നഹു ഖാല അയ്യുഹൽ അബ്ദുൽ ദഈഫ്, ഓ ദുർബലനായ അടിമ, നീ ഒന്ന് കാര്യം മനസ്സിലാക്കണം. അനവ ഇൻ കുന്തു അളീമൽ ഖുദ്റതി വൽ ഹൈബതി വൽ ഇലാഹിയതി ഇല്ലാ അന്നി മഅ ദാലിക അളീമുർ റഹ്മ, ഞാൻ ഇതൊക്കെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന എല്ലാ രാജാക്കന്മാരെയും എല്ലാ ഗോളങ്ങളെയും എല്ലാ ആകാശങ്ങളെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന വല്ലാത്ത ഗാംഭീര്യമുള്ള വല്ലാത്ത അളമത്തുള്ള മഹത്വമുള്ള രാജാവാണെങ്കിലും എന്റെ അനുഗ്രഹം, എന്റെ കാരുണ്യം, ആ കാരുണ്യം വളരെ വലുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന രാജാവാണ് ഞാനെന്ന് പറയുമ്പോ എന്നിലേക്ക് അടുക്കാൻ കഴിയില്ല, എന്നിലേക്ക് എത്താൻ കഴിയില്ല, ഞാനുമായി സാമീപ്യം കിട്ടുകയില്ല എന്നൊരു ധാരണ നിന്റെ മനസ്സിൽ വേണ്ട. അർ-റഹ്മാനിർ റഹീം, ഞാൻ വിശാലമായ കാരുണ്യത്തിന്റെ തണൽ നൽകുന്ന വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ് ഞാൻ. അർ-റഹീം, പ്രത്യേകമായ കാരുണ്യവും ചെയ്യുന്നവനാണ് ഞാൻ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. എന്നിലേക്ക് അടുക്കാൻ ഭയപ്പെടേണ്ടതില്ല, എന്നെ ഭയപ്പെട്ടുകൊണ്ട് നീ വിരളി പിടിക്കേണ്ടതില്ല.
സ്നേഹത്തോടെ എന്നിലേക്ക് അടുത്തോളൂ, എന്നെ സ്നേഹിച്ചോളൂ. ഞാൻ കാരുണ്യം, വിശാലമുള്ള ഈ കാരുണ്യം ചെയ്യുന്ന രാജാവാണ് ഞാൻ. ഇത് സൂചിപ്പിക്കാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഉടനെ നേരത്തെ ബിസ്മിയിൽ പറഞ്ഞതാണെങ്കിലും വീണ്ടും ഒന്നുകൂടി പറയുന്നു, അർ റഹ്മാനിർ റഹീം. വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹു തആല. പ്രത്യേകമായ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹു തആല. ഇനി സഹോദരന്മാരെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മറ്റൊരു നിലയ്ക്ക് ഇത് വിശദീകരിക്കുന്നു. മഹാനവർകൾ പറയുന്നു, ഓ മനുഷ്യ, ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചാൽ അത്ഭുതകരമല്ലേ അത്, ആശ്ചര്യമല്ലേ അത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ കയ്യും വിരലും. എന്നാൽ ഞാൻ ഇന്ന് മറ്റൊരു കാര്യം സൂചനയ്ക്ക് വേണ്ടി ഉദാഹരണത്തിന് പറയട്ടെ. നിങ്ങളുടെ കൈവിരൽ നിങ്ങളൊന്ന് നോക്കൂ. ലോകത്ത് എത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഭൂമി ലോകത്തുണ്ട് അല്ലേ? ഇതിനു മുമ്പ് എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി എത്ര കോടി ജനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എത്ര കോടി സംഖ്യ വില വരുന്ന സ്വത്താണെങ്കിലും ആ സ്വത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ വസ്തു വിറ്റു എന്ന ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോ നിങ്ങളിൽ നിന്ന് നിങ്ങളത് വിറ്റു എന്നതിന്റെ രേഖയായി ഇവിടെ സർക്കാർ പ്രത്യേകം ആളെ നിശ്ചയിച്ചിട്ട് നിങ്ങളിൽ നിന്ന് എടുക്കുന്നത് എന്താണ്? വിരലടയാളമല്ലേ? എന്താണ് ഇതറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് അതേ 500 കോടിയോളം മനുഷ്യന്മാരിന്ന് ലോകത്ത് ഉണ്ടെങ്കിൽ ഒരൊറ്റ മനുഷ്യന്റെ വിരലിന്റെ അടയാളം വേറെ ഒരു മനുഷ്യനെ പോലെ ഇല്ല. ഓരോ മനുഷ്യന്റെയും വിരലടയാളം, ഓരോ മനുഷ്യന്റെയും വിരലിൽ പ്രത്യേകമാണ്. ഒരു മനുഷ്യനെ പോലെ വേറെ ഒരു മനുഷ്യന്റേത് ഇല്ല. ഒരൊറ്റ ബാപ്പക്ക്, ഒരൊറ്റ ഉമ്മക്ക് ജനിച്ച മക്കളാണെങ്കിലും പലപ്പോഴും നമ്മൾ മുഖമൊക്കെ കണ്ടാൽ ചിലപ്പോ സാധാരണ കാണാത്തവർക്ക് തിരിച്ചറിയാതെയായി പോകുന്നവരാണെങ്കിലും അവരുടെ വിരലടയാളം എല്ലാ ആളുകളുടെയും വെവ്വേറെയാണ്. എത്ര അർത്ഥവത്താണ്, എത്ര ക്രമീകരണത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വിരൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇനി സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ മുഖവും വേറൊരു മനുഷ്യന്റെ മുഖവും പോലെ വേറെ ഉണ്ടോ? നമ്മൾ സാധാരണ കാണാത്തവർക്ക് ചിലപ്പോൾ തിരിച്ചറിയാതെയായി പോകുന്നു എന്നല്ലാതെ വേറെ ഒരാളെ മുഖം ഇല്ല. മുഖമുണ്ടെങ്കിലോ, വേറൊരാളെ മുഖമുണ്ടെങ്കിൽ ഭാര്യ കുടുങ്ങിയത് തന്നെയാണ്. കാരണം ഭർത്താവിന്റെ മുഖം പോലെ തന്നെയുള്ള മുഖമുള്ള വേറൊരാളുണ്ടെങ്കിൽ അയാൾ കയറി വരുമ്പോ ഇത് ഭർത്താവാണ് തെറ്റിദ്ധരിച്ചു പോകില്ലേ ഭാര്യ? അതുപോലെ സ്ത്രീകൾ ആ സ്ത്രീയെ പോലെ തന്നെയുള്ള ഒരു മുഖം വേറെ ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ഇതെന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചു പോവുകയില്ലേ മനുഷ്യൻ? അതുകൊണ്ട് തന്നെ ഒരൊറ്റ ബാപ്പക്ക് ജനിച്ച മക്കളാണെങ്കിലും ഒരൊറ്റ മനുഷ്യന്റെയും മുഖം വേറെ ഒരു മനുഷ്യനെ പോലെ ഇല്ല. പിന്നെ ചില ആളുകൾ ഇരട്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാതെയായി പോയത് നമ്മൾ കൂടുതൽ പരിചയമില്ലാത്തതുകൊണ്ടാണ്. കൂടുതൽ പരിചയമുണ്ടായാൽ വേർതിരിച്ച് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെവ്വേറെയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത്ഭുതകരമല്ലേ അവന്റെ സൃഷ്ടികൾ മുഴുവനും. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ സ്റ്റേജ് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച മരക്കഷ്ണം, ആ മരക്കഷ്ണം നിങ്ങളൊന്നിട്ട് കടിച്ച് തിന്നു തരുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരാള് ഇന്നലെ ഞാൻ പറഞ്ഞ 3 വിധത്തിലുള്ള പല്ലാണെങ്കിലും ശരി മരം കടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ പല്ല് കേടുവരും, ദന്താശുപത്രിയിലേക്ക് പോകേണ്ടി വരും, പിന്നെ ആശുപത്രിയിലെ ഡോക്ടർ ഇതെന്താണ് എന്ന് ചോദിക്കേണ്ടി വരും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മരം തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയില്ലേ, ഉണക്ക മരം തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവി, അതിന്റെ തൊള്ളയിൽ ഉളി ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? കൊടുവാളോ അല്ലെങ്കിൽ കോടാലിയോ അതിന്റെ തൊള്ളയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ?
ഏതാണ് ആ ജീവി എന്ന് ആർക്കാണ് അറിയാത്തത്? ഉണക്കമരം തിന്ന് ജീവിക്കുന്ന ജീവി എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ചെതലുറുമ്പ്. ബഹുമാനപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെക്കാളും ബഹുമാനമില്ലേ? നമുക്ക് മരം തിന്നാൻ കഴിയോ? അപ്പോൾ ഈ മരം തിന്ന് തീർത്തു കളയുന്നു ചെതലുറുമ്പ്. അതിനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചാൽ ഇറുമ്പ് ചത്തുപോയി. അത്രയും ദുർബലമായ ഒരു ചെറിയ ജീവി. നമ്മളെ ഒരു പല്ല് അഴിച്ചിട്ട് ഒരു ത്രാസിൽ വെച്ചു ഒരു 250 ചെതലുറുമ്പിനെ, ഒരു 500 ചെതലുറുമ്പിനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ ത്രാസിലും വെച്ച് നോക്കിയാൽ നമ്മളെ ഒരു പല്ലിന് തൂക്കം കൂടുതലുണ്ടാവും. എന്നിട്ടും നമ്മളെ പല്ലുകൊണ്ട് നമുക്ക് ഉണക്ക് മരക്കഷ്ണം കടിച്ചു പൊട്ടിച്ച് തിന്നാൻ കഴിയുന്നില്ല. ഈ ചെറിയ ഉറുമ്പ് അത് മരം തിന്നങ്ങ് തീർത്തു കളഞ്ഞു. എന്താണിത് അറിയിക്കുന്നത്? സിട്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു, അവന്റെ സൃഷ്ടികളിൽ അവന്റെ നിയന്ത്രണം, അവൻ ഓരോന്നിനും കൊടുക്കുന്ന കഴിവ് അത്ഭുതം തന്നെയല്ലേ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ആഗോള പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുട്ടി അതാ കിടന്ന് നിലവിളിക്കുന്നു. മുല കുടിക്കാൻ അറിയില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ആഗോള പ്രശസ്ത ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി നിലത്തിങ്ങനെ കിടന്ന് എന്ന് കരയുകയാണ്. ഇനി ആ കുട്ടിയെ എടുത്ത് ഇവരൊന്ന് മടിയിൽ വെച്ചാലോ, ഇവന്റെ മടിയിൽ ചിലപ്പോഴതാ മൂത്രിച്ചു കൊടുക്കുന്നു, വിസർജിച്ചു കൊടുക്കുന്നു. എന്റെ ആഗോള പ്രശസ്തനായ ശാസ്ത്രജ്ഞനായതുകൊണ്ട് എന്റെ കുട്ടി പ്രസവിച്ച അന്ന് തന്നെ കക്കൂസ് പോകണമെന്ന് ശാസ്ത്രജ്ഞൻ പാസാക്കിയാൽ നടക്കാൻ പോകുന്നില്ല. അത് തീരുമാനിച്ച ഒരു രാജാവുണ്ട്. അവൻ തീരുമാനിച്ച സമയത്തല്ലാതെ ഈ കുട്ടിയെ ഒന്ന് നടത്താനോ ഈ കുട്ടിയെ കക്കൂസിലേക്കാനോ ഈ ശാസ്ത്രജ്ഞന് സാധ്യമല്ല. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഒരൊറ്റ ശാസ്ത്രജ്ഞനും ജനിച്ചിട്ടില്ല ആ വർഗത്തിൽ. അങ്ങനെയുള്ള ഒരു വർഗമല്ലേ പോത്ത്. ആ പോത്തിന്റെ വർഗത്തിൽപ്പെട്ട ഒരു എരുമ, ആ എരുമ ഒരു ചെറിയ കുട്ടിയെ പ്രസവിച്ചപ്പോ, അതേ ഒരു പശു അതിന്റെ കുട്ടിയെ പ്രസവിച്ചപ്പോ കുട്ടിയെ അമ്മയതാ നക്കിത്തുടച്ച് വൃത്തിയാക്കുന്നു. അങ്ങനെ നക്കിത്തുടച്ച് വൃത്തിയാക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ആ അമ്മ മാംസം കഴിക്കാത്ത അമ്മയാണ്. പക്ഷേ ഈ മ്ലേച്ഛമായ വസ്തുക്കൾ മുഴുവനും സ്വന്തം കുട്ടിയിൽ നിന്ന് ഈ അമ്മ നക്കിത്തുടച്ച് കുട്ടിയെ വൃത്തിയാക്കി തീർത്തതിന് ശേഷം ആ കുട്ടി അതാ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേറ്റ് നിന്നതിന് ശേഷം ആ കുട്ടി സ്വന്തം അമ്മയുടെ മുല അത് തന്നെ തപ്പി നോക്കി കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഈ കുട്ടിക്ക് അമ്മയുടെ ശരീരത്തിൽ ഒരു പാൽ ടാങ്കി സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിന് 4 ടേപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അവിടെ പോയി ഞാൻ എന്റെ തൊള്ള വെച്ചാൽ എനിക്ക് പാല് കിട്ടുമെന്നും വിവരം കൊടുത്ത ഗുരുനാഥനാരാണ്. ആ കുട്ടിയെ അപ്പോൾ തന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ ആ രാജാവാരാണ്. ആ കുട്ടിയത് അമ്മയുടെ മുല ഊന്തി കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്റെ മകൻ ഇതുപോലെ എഴുന്നേറ്റിരുന്ന് ഉമ്മന്റെ മുല നോക്കണമെങ്കിൽ കൊല്ലം 1ഓളം കഴിഞ്ഞാലും സാധിക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ, കോഴിക്കുട്ടികൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന അന്ന് തന്നെ ഓടാനും ചാടാനും തുടങ്ങിയില്ലേ? അമ്മയുടെയും അതേ കോഴിയുടെയും ഓരോ ശബ്ദത്തിന്റെയും അർത്ഥം കോഴിക്കുട്ടികൾക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? പരുന്തിനെ കണ്ടിട്ട് ശബ്ദിക്കുന്ന ശബ്ദം അപകട സൂചനയാണെന്നും അതേ സമയത്ത് ചെതലുറുമ്പിനെ കണ്ടിട്ട് അമ്മ വിളിക്കുന്ന ചെറിയ ശബ്ദം ക്യാന്റീനിൽ നിന്ന് ബെല്ലടിച്ചതാണെന്നും മനസ്സിലാക്കി മക്കൾ.
പ്രസവിക്കപ്പെട്ട അന്ന് തന്നെ കോഴിക്കുട്ടികൾ ഓടുന്നില്ലേ, ചാടുന്നില്ലേ? അമ്മയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ലേ? 4 വയസ്സ് 4.5 വയസ്സായിട്ട് നേഴ്സറിയിൽ ചേർത്ത കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം പഠിപ്പിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്നില്ലല്ലോ. ഖും എന്ന് പറയുമ്പോ കുട്ടി മേൽപോട്ട് നോക്കുകയാണല്ലോ, പഠിപ്പിക്കാതെ അറിയുന്നില്ലല്ലോ. ഒരു പൂവൻ കോഴിയും പെടക്കോഴിയും ക്ലാസ് എടുത്തിട്ടില്ലല്ലോ. ഈ ചെറിയ കുട്ടിക്ക് വിവരം കൊടുത്ത ഒരു ഗുരുനാഥനില്ലേ, വിവരം കൊടുത്തവനില്ലേ? പ്രസവിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു കാലും പൊക്കിയിട്ട് 3 കാലിൽ 4 കാലിൽ ചാടുന്നതിനിടയ്ക്ക് ഒരു കാലും പൊക്കിയിട്ട് കോൽക്കളിയിൽ കളിക്കുന്നത് പോലെ ചാടിക്കളിക്കുന്ന കന്നുകുട്ടികളെ കണ്ടിട്ടില്ലേ? പ്രസവിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്നതിനിടയിൽ വലിയ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകത്തിൽ വഴുതി വീണപ്പോൾ അതാ മീറ്ററുകളോളം അതാ നീന്തിപ്പോകുന്ന പോത്തിൻകുട്ടിയെ കണ്ടിട്ടില്ലേ? നമ്മളെ കുട്ടിയൊക്കെ ബുലൂഗായിട്ടും നീന്താൻ അറിഞ്ഞൂടാ, നീന്തം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും. അതേ സമയത്ത് ഈ പോത്തുംകുട്ടി എത്ര ഭംഗിയായിട്ട് അക്കരയ്ക്ക് നീന്തിപ്പോയി. നിങ്ങൾ ഓർക്കണം, അത്ഭുതകരമല്ലേ അല്ലാഹുവിന്റെ സൃഷ്ടി, അല്ലാഹുവിന്റെ നിയന്ത്രണം, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അത് ശരിക്കും ഹൃദയത്തിൽ വരാത്തതല്ലേ മനുഷ്യന് പറ്റുന്ന അബദ്ധം മുഴുവനും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ഞാനും കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ വിത്ത്, ആ വിത്ത് കൊണ്ടുപോയ ഒരു സ്ഥലത്തങ്ങി നനവുള്ള സ്ഥലത്തങ്ങിട്ട് കൊടുത്താൽ ആ വിത്തതാ ഒന്നിങ്ങി അതിങ്ങ് പൊതിർന്നു വരുന്നു, അതൊന്ന് തടിച്ച് പൊതിർന്നു വരുന്നു. ആ പൊതിർന്നു വരുന്ന വിത്ത് നിങ്ങൾ നോക്കിയോ? ആ പൊതിരൽ ഒരുപോലെ പൊതിർന്ന് പൊങ്ങുന്നില്ലേ അത്? പക്ഷേ 2 തലക്കേ പൊട്ടുന്നുള്ളൂ, മുഴുവൻ സ്ഥലത്തും പൊട്ടുന്നില്ല. ഒരുപോലെ പൊതിർന്ന് വീർക്കുന്ന ഈ സാധനം എന്റെ 2 തലക്ക് മാത്രമേ പൊട്ടുന്നുള്ളൂ, എല്ലാ ഭാഗവും പൊട്ടുന്നില്ല. മേലെ ഭാഗം പൊട്ടിയിട്ടതാ ചെറിയ ഒരു മുന, അതേ മുള വരുന്നു. താഴെ ഭാഗം പൊട്ടിയിട്ടതാ താഴോട്ട് ഒരു ചെറിയ നാര് ഇറങ്ങിപ്പോകുന്നു. ഈ നാര് പോകുന്നത് ഭക്ഷണം ശേഖരിക്കാനാണെങ്കിൽ മേലോട്ട് പൊങ്ങി വരുന്നത് മനുഷ്യന് ഭക്ഷണം കൊടുക്കാനല്ലേ? താഴേക്ക് പോകുന്ന വേര് പോകുന്നത് അതിന് ഭക്ഷണം ശേഖരിക്കാനാണ്. വെള്ളം ശേഖരിക്കാനാണെങ്കിൽ മേലോട്ട് പൊങ്ങി വരുന്നത് അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനല്ലേ? ആ ഉയർന്നു വരുന്ന മരം, അതിൽ നിന്ന് ഭക്ഷണങ്ങളും പഴങ്ങളും കിട്ടുന്നതിന്റെ പുറമെ അതിന്റെ ഭക്ഷണം കൊടുക്കുന്ന പ്രായമങ്ങ് കഴിയുമ്പോ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് നിർമ്മിക്കാൻ ആ മരവും അല്ലാഹു നിങ്ങൾക്ക് യോജിപ്പിച്ചു തന്നില്ലേ? ഓ സഹോദരന്മാരെ, അതിന് തന്നെ കവറുകളും ഇലകളും കൊടുത്തിട്ട് നിങ്ങളുടെ പറമ്പിലും വീട്ടിലും തണലും തന്നില്ലേ? അതിന്റെ ഇലകളിലൂടെ ഇവിടെയുള്ള മോശമായ വസ്തുക്കളൊക്കെ ആ ഇലകൾ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്കിവിടെ ശുദ്ധവായുവും അല്ലാഹു സംവിധാനം ചെയ്തില്ലേ? അങ്ങനെ ഓരോ സൃഷ്ടികളെ സംബന്ധിച്ചും നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കൂ. അത് ചെതലെറുമ്പാണെങ്കിലും ശരി, മരത്തിന്റെ ഇലകളാണെങ്കിലും ശരി, കൊമ്പുകളാണെങ്കിലും ശരി, വേരുകളാണെങ്കിലും ശരി, അതിന്റെ മരങ്ങളാണെങ്കിലും ശരി, അതിന്റെ പഴങ്ങളാണെങ്കിലും ശരി, എല്ലാം വല്ലാത്ത വിവരമുള്ളവരും എന്തിനും കഴിവുള്ളവരുമായ എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഒരു രാജാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ അത് അത്ഭുതകരമായ വിധത്തിൽ മനുഷ്യന് സംവിധാനിച്ചു കൊടുത്തിരിക്കുകയല്ലേ? ആ രാജാവായ റബ്ബ് ഈ ഒരു സാധനം മാത്രമല്ലല്ലോ, കോടിക്കണക്കായ ജീവികൾ കരയിലുള്ളതിനേക്കാൾ കടലിലില്ലയോ? അതിന് ഭക്ഷണം കൊടുക്കുന്നില്ലയോ? ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായതൊക്കെയും നൽകുന്നില്ലയോ? ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും കൂട്ടിമുട്ടാതെ ഗോളങ്ങളെ മുഴുവനും ചലിപ്പിക്കുന്നില്ലയോ? നക്ഷത്രങ്ങളെയും മറ്റുള്ള ഗാലക്സികളെയും അവൻ നിയന്ത്രിക്കുന്നില്ലയോ? എങ്ങനെയുള്ള എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബ്
റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ചതാ അവൻ റബ്ബുൽ ആലമീനാണ്. ലോകത്തുള്ളതിനെല്ലാം പോറ്റി വളർത്തുന്നവനാണ്. ലോകത്തുള്ളതിനെല്ലാം പോറ്റി വളർത്തുന്ന എല്ലാറ്റിനും കഴിവുള്ള രാജാവാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ ആ റബ്ബിലേക്ക് മനുഷ്യന്റെ മനസ്സൊന്ന് തിരിയാൽ അതേ ഇതിനെ മുഴുവനും ആലോചിച്ചു നോക്കുന്ന സമയത്ത് എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായതൊക്കെ കൊടുക്കുന്ന രാജാവല്ലേ അവൻ. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന് പറഞ്ഞു പോകുന്നു ഈ റബ്ബുൽ ആലമീൻ അർ-റഹ്മാനുർ റഹീം അവൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്. അവന്റെ പ്രത്യേക കാരുണ്യം പ്രത്യേകക്കാർക്ക് കൊടുക്കുന്നവനുമാണ്. അതങ്ങ് പറഞ്ഞു തീരുമ്പോ അവന്റെ മനസ്സിൽ വരുമല്ലോ ഒരു ചോദ്യം. അതെന്താണ്? ഇവിടെ ഇങ്ങനെയെല്ലാം തരുന്ന ഈ രാജാവ് ഇവിടെ വെച്ച് ഞാനങ്ങ് പോയാൽ എന്റെ മരണശേഷം എന്നോടുള്ള സമീപനം എന്തായിരിക്കും? അപ്പോഴല്ലേ മനുഷ്യൻ പറയുന്നത് മാലിക് യൗമിദ്ദീൻ. ആ ലോകത്തിന്റെ ഉടമസ്ഥനും ഈ കാരുണ്യം ചൊരിക്കുന്ന രാജാവ് തന്നെയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വിവരണം നാളെ കടക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്ത ഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിന്റെ ഘടന വെച്ചിട്ടുള്ളത് വല്ലാത്തൊരു ഘടനയാണ്. ഫാത്തിഹയെ സംബന്ധിച്ചൊരു മാസമോ 10 മാസമോ വേറെ പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കൂ സഹോദരന്മാരെ. പടച്ചറബ് വെച്ച ഘടന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. മനുഷ്യൻ ഒരാളെ ആദരിക്കുമ്പോ, മനുഷ്യൻ ഒരാളെ ബഹുമാനിക്കുമ്പോ അവൻ സാധാരണ നിലക്ക് ചിന്തിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സ്വന്തത്തിൽ തന്നെ അതിന് കേൾപ്പും കഴിവുമുള്ളവനാണോ എന്നതല്ലേ? അതല്ലേ നാം വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ, അതെ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറയുമ്പോ എല്ലാ സൃഷ്ടികളെയും പോറ്റി വളർത്തുകയും സൃഷ്ടിക്കുകയും ചെയ്ത ആ രാജാവ് അവൻ സ്വയം തന്നെ ആരാധനക്ക് അർഹനാണ്. എല്ലാ ആദരവിനും അർഹനാണ്. അവനെ എല്ലാ സ്തുതിക്കും അർഹനാണ്. അല്ല എല്ലാം അവന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം എല്ലാം ഉള്ളവൻ. മറ്റുള്ളവരൊന്നും സ്വയമുള്ളവരല്ല. ഒരു മലക്കിനും സ്വന്തമായ കഴിവില്ല, ഒരു നബിക്കും സ്വന്തമായ കഴിവില്ല, ഒരു വലിയനും സ്വന്തമായ കഴിവില്ല, ഒരു പണ്ഡിതനും സ്വന്തമായ കഴിവില്ല, ഒരു ഡോക്ടർക്കുമില്ല, എഞ്ചിനീയർക്കുമില്ല, കോടതിക്കുമില്ല, ജഡ്ജിക്കുമില്ല, പോലീസിനുമില്ല, മന്ത്രിക്കുമില്ല, രാജാവിനുമില്ല, അതേ ആരോഗ്യമുള്ളവനുമില്ല, ലോകത്തും ഒരാൾക്കുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. സ്വന്തമായുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ സ്വന്തമായുള്ളവനാണ് അല്ലാഹു എന്ന നിലക്ക് തന്നെ അതാ എല്ലാ ആദരവിനും അർഹതപ്പെട്ടവനാണ് അവൻ എന്നത് ആദ്യം തന്നെ അങ്ങ് പഠിപ്പിച്ചു. അതാണ് അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടും പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഏതൊരു മനുഷ്യനും മറ്റൊരാളെ ബഹുമാനിക്കൽ എന്തുകൊണ്ടാണ്? അവൻ ചിന്തിക്കുക അവനിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്നല്ലേ. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീനാണ്. നിന്നെ തന്നെ സൃഷ്ടിച്ചതും നിന്നെ പോറ്റി വളർത്തുന്നതുമായ എല്ലാ ഗുണവും നിനക്ക് ചെയ്യുന്നവൻ അല്ലാഹയാണെന്നത് റബ്ബുൽ ആലമീൻ എന്ന വാചകത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ എനിക്കെന്തെങ്കിലും കിട്ടണമെന്നൊരാശയുണ്ടാവുക. എന്നാ മോനെ അർ-റഹ്മാനിർ റഹീം വിശാലമായ കൊടുതി കൊടുക്കുന്ന രാജാവാണ്, വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിലും ചെയ്യേണ്ടത് അവന് തന്നെയാണ്. പിന്നെ ചില ആളുകൾ ചിലരെ ബഹുമാനിക്ക് പേടിച്ചിട്ടാണല്ലോ. എന്നാ മാലിക് യൗമിദ്ദീൻ നിന്റെ കണക്ക് നോക്കി പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അതുകൊണ്ട് ആ ഉടമസ്ഥനെ ഭയപ്പെടുന്നു എന്ന നിലക്കും നീ ആ ഉടമസ്ഥനെ ആദരിക്കേണ്ടവൻ തന്നെ, ബഹുമാനിക്കേണ്ടവൻ തന്നെ, അംഗീകരിക്കേണ്ടവൻ തന്നെ, നീ അവനെ അനുസരിക്കേണ്ടവൻ തന്നെ.
ചിന്തിക്കുന്നവൻ ചിന്തിച്ചാലും ഏറ്റവും ആദരിക്കപ്പെടേണ്ടവനും സ്നേഹിക്കപ്പെടേണ്ടവനും ആഗ്രഹിക്കപ്പെടേണ്ടവനും എല്ലാം ഉള്ളവനും അല്ലാഹുവാണെന്ന് ഒന്നിനു മേലെ ഒന്നായി സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് സഹോദരന്മാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ ഘടനയെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് സ്തുതിക്കർഹൻ. അതല്ലേ അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിന് തന്നെയാണ്, അല്ലാഹുവിന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, അല്ല മാത്രമാണോ ഗുണം ചെയ്യുന്നത്? മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നില്ലേ? മാതാപിതാക്കൾ പോറ്റി വളർത്തുന്നില്ലേ? ഉസ്താദുമാര് ഗുണം ചെയ്യുന്നില്ലേ? പണക്കാര് പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നില്ലേ? അത് ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവന് ഗുണം ചെയ്യുന്നില്ലേ? ഡോക്ടർമാര് രോഗികൾക്ക് ഗുണം ചെയ്യുന്നില്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് പലരും പലർക്കും ഗുണം ചെയ്യുന്നില്ലേ? മോനെ, ഇല്ല എന്നാ മറുപടി. ഒറ്റവാക്കിലുള്ള മറുപടി ഇല്ല എന്നാണ്. അതെന്താണ് ഉസ്താദേ? അത് ഞാൻ പറയാം, നീ ഇതും കേട്ടങ്ങ് പോകരുതെന്റെ വിവരണം കേൾക്കണം. ഓ മനുഷ്യ, അല്ലാഹുവിനെ പോലെ ഗുണം ചെയ്യുന്ന വല്ലവരുമുണ്ടോ? എന്തേ കാരണം? നീ ഒന്ന് ചിന്തിക്കൂ. ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവനവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? ആരാർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഗുണം ചെയ്യുന്നവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? അല്ലാതെ ഗുണം ചെയ്യുന്നവനുണ്ടോ? ഞാൻ പറയാം, ഞാൻ എനിക്കറിയുന്നത് ഈ സദസ്സിൽ പറഞ്ഞാൽ അത് എന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? എനിക്ക് പഠിച്ചവന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ലേ? അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ, നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ഗുണം ചെയ്യുന്നത് എനിക്ക് തന്നെയല്ലേ? അതെ, ഞാൻ എന്റെ മക്കളെ വളർത്തുന്നുവെങ്കിൽ എന്റെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഗുണം കിട്ടണമെന്ന് ചിന്തിച്ചിട്ടല്ലേ? അപ്പൊ ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത് എനിക്ക് വേണ്ടി തന്നെയല്ലേ? ഞാൻ ഭാര്യയെ പോറ്റുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ? ഭാര്യ എന്നെ നോക്കുന്നത് അത് അവളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ? ഉസ്താദ് ശിഷ്യനെ വളർത്തുന്നതും ശിഷ്യന് ഗുണം ചെയ്യുന്നതും ഉസ്താദിന് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? ഡോക്ടർ മരുന്ന് കൊടുക്കുന്നതും പരിശോധിക്കുന്നതും ഡോക്ടർക്ക് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? സഹോദരന്മാരെ, ഇനി നിങ്ങൾ ആരെ എടുത്തോളൂ, ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരവർക്ക് ഗുണം കിട്ടാനല്ലേ? പക്ഷേ പടച്ചവന്റെ കാരുണ്യം അങ്ങനെയാണോ? പടച്ചവന്റെ കൊടുതി അങ്ങനെയാണോ? പടച്ചവന്റെ പോറ്റി വളർത്തൽ അങ്ങനെയാണോ? പടച്ചവന് നമുക്ക് ഗുണം ചെയ്തിട്ട് അവനെന്ത് കിട്ടാനാണ്? അവന്റെ ഗുണത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടി ഗുണം ചെയ്യുന്നവൻ, നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി കാരുണ്യം ചെയ്യുന്നവൻ അത് അല്ലാതെയുണ്ടോ? മറ്റുള്ളവരെല്ലാം ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അവനവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? ഒന്നുകിൽ പകരം കിട്ടാനല്ലേ, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് പകരം കിട്ടാനല്ലേ, ഒന്നുമില്ലെങ്കിൽ അല്ലാഹുവിങ്കിൽ നിന്ന് പകരം കിട്ടാനല്ലേ? അല്ലാതെ സഹോദരാ, അല്ലാഹുവിന്റെ ഗുണം പോലെ മറ്റാരെങ്കിലും ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? നമുക്ക് ഗുണം ചെയ്തുകൊണ്ട് അല്ലാഹു വല്ലതും കിട്ടാനുണ്ടോ? അവൻ എന്തിന്റെയെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അവൻ എന്തെങ്കിലും കാര്യം കിട്ടാനുണ്ടോ? അപ്പൊ ഇങ്ങോട്ട് ഗുണം പ്രതീക്ഷിക്കാതെ, സ്വന്തത്തിൽ ഗുണം പ്രതീക്ഷിക്കാതെ, എല്ലാ ഗുണത്തിന്റെയും അധിപനും ഉടമസ്ഥനുമായ റബ്ബ് നമുക്ക് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും അത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? അവന് വേണ്ടിയല്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവൻ, യഥാർത്ഥത്തിൽ കാരുണ്യം ചെയ്യുന്നവൻ അല്ലാഹു തന്നെ, മറ്റൊരാളുമില്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിന് അവകാശപ്പെട്ടതു തന്നെ. ഇനി ഞാൻ പറയട്ടെ മോനെ, പണക്കാരൻ നിന്നെ സഹായിക്കുന്നുവെങ്കിൽ നിന്നെ സഹായിക്കാൻ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? അദ്ദേഹത്തിന് സഹായിക്കാനുള്ള പണം കൊടുത്തവൻ ആരാണ്? അദ്ദേഹത്തിന് പണം കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? ഇനി ചോദിക്കട്ടെ, ഡോക്ടർക്ക് നിന്റെ രോഗം അറിയിച്ചു കൊടുത്ത രാജാവാരാണ്? ആ ഡോക്ടർക്ക് നിനക്ക് ആവശ്യമായ മരുന്ന് തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? എഞ്ചിനീയർക്ക്
കുട്ടികൾക്ക് ആവശ്യമായ വിവരം കൊടുത്തവൻ ആരാണ്? അത് പഠിക്കാനുള്ള ബുദ്ധി കൊടുത്തവൻ ആരാണ്? പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തവൻ ആരാണ്? ആ എഞ്ചിനീയർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാനുള്ള കഴിവ് കൊടുത്തവൻ ആരാണ്? അതേ ആ കോടതിയിലെ ജഡ്ജിക്ക് നിനക്ക് അനുകൂലമായി വിധിക്കാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? പോലീസുകാരന് നിന്നെ സംരക്ഷിക്കാൻ തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? മന്ത്രിക്ക് നിനക്ക് ഒപ്പിട്ട് തരാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? രാജാവിന് രാജാവിന്റെ മനസ്സിൽ ദയ കൊടുത്തവൻ ആരാണ്? നീതി പുലർത്തുന്നവന് നീതി പുലർത്താനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മുഴുവനും അല്ലാഹുവല്ലേ. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും അത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമല്ലേ. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും ആരാർക്ക് കാരുണ്യം ചെയ്താലും സർവ കാരുണ്യവും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റേതു തന്നെ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയെങ്കിലും എന്ത് ഗുണം കിട്ടിയെങ്കിലും ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. എല്ലാ ഗുണവും കൊടുക്കുന്നവൻ വാസ്തവത്തിൽ അല്ലാഹു തന്നെ. ആ അല്ലാഹുവിനെ സ്നേഹിക്കണ്ടേ ചെറുപ്പക്കാരാ? ആ റബ്ബിനെയല്ലേ സ്നേഹിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അവനെ തന്നെ. അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവനെയല്ലേ പ്രിയം വെക്കേണ്ടത്, അങ്ങോട്ടൊരു ഗുണവും കിട്ടാൻ വേണ്ടിയല്ലാതെ. ഗുണം സർവ ഗുണങ്ങളും ചെയ്യുന്ന രാജാ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ ചെറുപ്പക്കാരെ, നമ്മക്കെന്തെങ്കിലും ഗുണം ചെയ്യുന്നവരോട് ചോദിക്കാതെ കിട്ടാറുണ്ടോ? നമുക്ക് തരണം എന്ന് പറയാതെ തരുമോ? ഇനി അഥവാ തരണം എന്ന് പറയാതെ തരുന്നവരുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരുന്നവരല്ലേ. ഇനി ഒന്നുകൂടി പറയട്ടെ, കൂടുതൽ ചോദിച്ചാൽ ദേഷ്യം പിടിക്കുന്നവരല്ലേ സൃഷ്ടികൾ. ഒരിക്കൽ ചോദിച്ചു, പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ നീ ഇന്നലല്ലേ നീ വന്നു പോയത്, പിന്നെ ഇന്നും വന്നോ എന്നൊക്കെ ചോദിക്കുന്നതല്ലേ നമ്മളെ സ്വഭാവം. അതേ സമയത്ത് അല്ലാഹുവിന്റെ നയമോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലഹ്ഖീന ഫിദ്ദുആ. അവനോട് പിന്നെയും പിന്നെയും ഊന്നി ചോദിക്കുന്നവനോട് പടച്ചവന് താല്പര്യമല്ലേ, സ്നേഹമല്ലേ. ഒരിക്കലും തന്നെ സൃഷ്ടികളെ പോലെയല്ല. ഇനി ചോദിക്കട്ടെ, ആരെന്ത് ഗുണം ചെയ്താലും ആ ഗുണങ്ങളൊക്കെ തീർന്നു പോകുന്നതല്ലേ? ബാപ്പയുടെ ഗുണം ബാപ്പ മരിക്കുന്ന പോലെയല്ലേ കിട്ടുകയുള്ളൂ? സഹോദര, മക്കളെ ഗുണം മക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴല്ലേ കിട്ടുകയുള്ളൂ, അല്ലെ? മരിക്കുന്നവരെയല്ലേ കിട്ടുകയുള്ളൂ. പണക്കാരന്റെ പണം തീരുന്നത് വരെയല്ലേ സഹായിക്കുള്ളൂ. അധികാരമുള്ളവൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെയല്ലേ സഹായിക്കുള്ളൂ. ഏതൊരു മനുഷ്യന്റെ സഹായവും അത് തീർന്നു പോകുന്ന സഹായമല്ലേ? അല്ലാഹുവിന്റെ സഹായം അത് തീരാതെ കാലകാലം തുടരുന്നതല്ലേ? പടച്ചവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ കാരുണ്യങ്ങൾ തീരാതെ തുടരുന്നതല്ലേ? ഒന്നുകൂടി ചിന്തിക്കൂ മനുഷ്യ, എന്നെയും നിന്നെയും അല്ലാഹു സൃഷ്ടിച്ചില്ലേ? അത് അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ട് സൃഷ്ടിച്ചതല്ലല്ലോ. നമ്മക്കല്ല കണ്ണ് തന്നില്ലേ? ചോദിച്ചിട്ട് തന്നതല്ലല്ലോ. കാത് തന്നില്ലേ? ചോദിച്ചിട്ട് തന്നതല്ലല്ലോ. കൈ തന്നില്ലേ? ചോദിച്ചിട്ട് തന്നതല്ലല്ലോ. അപേക്ഷ സമർപ്പിക്കാതെ തന്നെ ആവശ്യമുള്ളതൊക്കെ തന്ന രാജാവല്ലേ? ഒന്നുകൂടി നീ ചിന്തിക്കൂ മനുഷ്യ, ആ റബ്ബിന്റെ വിശാലമായ കാരുണ്യത്തെ സംബന്ധിച്ച് അടിമയായ നിന്റെ മനസ്സിൽ നീ ആലോചിക്കൂ. ഈ പാവപ്പെട്ട എന്നോട് ഒരാൾ പെണ്ണ് ചോദിച്ചു, ഞാൻ അവന് പെണ്ണ് കൊടുത്തു. അവൻ ആ പെണ്ണ് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതാൻ തുടങ്ങിയാൽ ഞാൻ എന്റെ പെണ്ണ് തിരിച്ചു ചോദിച്ചില്ലേ? നിങ്ങൾ താമസിക്കാൻ വേണ്ടി കൊടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം അവിടെ വെച്ച് ചെയ്താൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് അയാളെ പുറത്താക്കിയില്ലേ? തൊഴിലെടുക്കുന്ന തൊഴിലാളി മുതലാളി വിചാരിക്കാത്തത് പോലെ തൊഴിലാളി അതാ മുതലാളിയുടെ നിർദ്ദേശത്തിനെതിരായി പ്രവർത്തിച്ചാൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ? അങ്ങനെയല്ലേ നമ്മുടെ സ്വഭാവം? അതേ സമയത്ത് ഓ ചെറുപ്പക്കാരാ,
അല്ല തന്ന കണ്ണുകൊണ്ട് നീ അല്ല വിരോധിച്ചത് നോക്കിയില്ലേ? അല്ല വിരോധിച്ചത് നിന്റെ കാതുകൊണ്ട് കേട്ടില്ലേ? സഹോദരി, നീ ഗീബത്ത് കേട്ടില്ലേ? ഓ കാരണവന്മാരേ, അല്ല തന്ന നാവ് കൊണ്ട് നമ്മൾ കള്ളം പറഞ്ഞില്ലേ? നമ്മൾ ഗീബത്ത് പറഞ്ഞില്ലേ? ആലിമീങ്ങളെ കുറ്റം പറഞ്ഞില്ലേ? തങ്ങന്മാരെ നിസാരപ്പെടുത്തി സംസാരിച്ചില്ലേ? നമ്മൾ മോമിനീങ്ങളെ ഗീബത്ത് പറഞ്ഞില്ലേ? ഏഷണി പറഞ്ഞില്ലേ? അനാവശ്യം പറഞ്ഞില്ലേ? കാര്യത്തിന്റെ വസ്തുതകൾ അറിയാതെയും അറിഞ്ഞും നമ്മൾ അല്ല പൊരുത്തപ്പെടാത്ത ധാരാളം സംസാരങ്ങൾ അല്ല തന്ന നാവ് കൊണ്ട് സംസാരിച്ചില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം, അവൻ റഹ്മാനല്ലേ? അവൻ ഇതുവരെ അവന് ഇഷ്ടപ്പെടാത്ത പലതും പറഞ്ഞിട്ട് നാവിന്റെ സംസാരം ഒരൊറ്റ സെക്കൻഡ് കൊണ്ടത് നിർത്തിക്കളയാൻ കഴിയുന്ന രാജാവ് നമ്മുടെ സംസാരം നിർത്തിയില്ലല്ലോ. കണ്ണിന്റെ കാഴ്ച പിൻവലിക്കാൻ കഴിയുന്ന രാജാവ് ആ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചില്ലല്ലോ. കാതിന്റെ കേൾവി പെട്ടെന്നില്ലാതെയാക്കാൻ കഴിയുന്ന രാജാവ് കാതിന്റെ കേൾവി ഒഴിവാക്കിയില്ലല്ലോ. കൈകൊണ്ട് നീ ആക്രമിച്ചില്ലടോ, നീ മർദ്ദിച്ചില്ലേ? എന്നിട്ട് നിന്റെ കൈയൊന്ന കുഴക്കിയില്ലല്ലോ. നിന്റെ കാലുകൊണ്ട് നീ കള്ളുചാപ്പിലേക്ക് നടന്നുപോയില്ലേ? ബ്രാൻഡിക്കുപ്പി നിന്റെ കയ്യിൽ പിടിച്ചില്ലേ? ചെറുപ്പക്കാരാ, അത് രാജാവായ റബ്ബ് കാണുന്നില്ലേ? നിനക്ക് കൈ തന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ, കാല് തന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ. എന്നിട്ടും അല്ല നിന്റെ കൈക്ക് ശക്തി പിന്നെയും തന്നില്ലേ? നിന്റെ കാലിന് പിന്നെയും ശക്തി തന്നില്ലേ? ഓ ഉമ്മമാരേ, ചെറുപ്പക്കാരേ, അല്ല തന്ന ഓരോ അവയവങ്ങളും അല്ല പൊരുത്തപ്പെടാത്ത കാര്യത്തിൽ ചെലവഴിക്കുന്നത് അല്ല നന്നായി കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ? അറിയുന്നില്ലേ? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആ രാജാവിനാരോടെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? അവനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നവരുണ്ടോ? അവനെ ആർക്കെങ്കിലും മറികടക്കാൻ കഴിയുന്നവരുണ്ടോ? പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവിടെയൊന്നും തന്നെ മുടക്കങ്ങൾ തരാതെ പിന്നെയും നിനക്ക് അനുഗ്രഹം ചൊരിക്കുകയല്ലേ? വല്ലാത്ത കാരുണ്യമുള്ളവൻ തന്നെ. ഉമ്മമാരെ, നിങ്ങളെ മക്കളുടെ കല്യാണത്തിന്റെ ദിവസം നിങ്ങൾ നിസ്കാരം കളാക്കിയില്ലേ? നിങ്ങളതാ കല്യാണം കഴിക്കുന്ന ദിവസം നിസ്കാരങ്ങളാക്കിയില്ലേ? ചെറുപ്പക്കാരാ, അള്ള നിഅമത്ത് തരുന്ന ദിവസം നന്ദി ചെയ്യുന്നതിന് പകരം നീ നന്ദി കേട് കാണിച്ചില്ലേ? ജീവിതത്തിൽ ഒരിക്കലും സ്വർണത്തിന്റെ മോതിരം ധരിക്കാത്ത നീ നിന്റെ കല്യാണ ദിവസം അള്ള നിഅമത്ത് ചെയ്ത ദിവസം നീ സ്വർണത്തിന്റെ മോതിരം ധരിച്ച് ഭാര്യ വീട്ടിലേക്ക് പോയില്ലേ? നീ നിക്കാഹിനിരുന്നില്ലേ? എന്നിട്ടും നിന്റെ കയ്യിന്റെ വിരളമ്മ നശിപ്പിച്ചില്ലല്ലോ. സന്തോഷമുള്ള രാത്രിയിൽ നീ അല്ല ഹറാമാക്കിയ വാദ്യമേളങ്ങളും അല്ല ഹറാമാക്കിയ തെറ്റുകുറ്റങ്ങളും കല്യാണ പന്തലിൽ വെച്ച് ചെയ്തില്ലേ? നീ അവിടെ ആണും പെണ്ണും ഇടകലർന്നില്ലേ? അല്ല വിരോധിച്ചത് പലതും ചെയ്തു കൂട്ടിയില്ലേ? എന്നിട്ടും അല്ലാഹു തആല നിന്റെ കല്യാണം മുടക്കാൻ അല്ലാഹുവിന് വല്ല പ്രശ്നവുമുണ്ടോ? ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ കല്യാണം മുടക്കാൻ അല്ലാഹുവിന് കഴിയില്ലേ? പക്ഷെ അല്ല നടപടി സ്വീകരിക്കാതെ ഇനിയെങ്കിലും നീ നന്നാകൂ മോനെ, ഇനിയെങ്കിലും ചിന്തിക്കൂ മോനെ, ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കൂ മോനെ. ഓ സഹോദരന്മാരെ, എന്നൊരു ബാപ്പ പറയുന്നത് പോലെ ഒന്നുമല്ലല്ലോ സൃഷ്ടികളോട് റബ്ബ് സുബ്ഹാനഹു വ തആല. നിങ്ങൾ ഇനിയെങ്കിലും എന്റെ രാജകീയ പദവിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഞാൻ റബ്ബുൽ ആലമീനാണ് കേട്ടോ. ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവാണ് കേട്ടോ. പക്ഷേ നിങ്ങളെ തെമ്മാടിത്തങ്ങളൊന്നും ഞാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അർ-റഹ്മാനിർ റഹീം, ഞാൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തൗബക്ക് സന്ദർഭം നൽകുകയാണ്, നന്നാകാൻ ചാൻസ് നൽകുകയാണ്, ചിന്തിക്കാൻ അവസരം നൽകുകയാണ്. ഞാൻ റഹ്മാനാണ് കേട്ടോ. അവന്റെ കാരുണ്യം അതെത്ര വിശാലമാണ് സഹോദരന്മാരെ. അതുപോലെ കാരുണ്യമുള്ള വല്ല സൃഷ്ടിയും ഉണ്ടോ? വല്ലവരും ഉണ്ടോ? അതിന് തുല്യമായി ഒരു കാരുണ്യവും നമുക്ക് ആരിലും കാണാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ കാരുണ്യമുള്ളവൻ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പക്ഷേ നമ്മുടെ ജീവിതം പലപ്പോഴും അവൻ ഇങ്ങോട്ട് കാരുണ്യം ചെയ്യുന്നത് കൊണ്ട് നോക്കുമ്പോ
അള്ളാഹ്ക്ക് കാരുണ്യം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന നിലക്ക് അള്ളാഹ് കാരുണ്യം ചെയ്യും പോലെയുണ്ട്. എനിക്കല്ല തരുന്ന കാരുണ്യങ്ങൾ ചിന്തിക്കുമ്പോ അള്ളാഹ്ക്ക് കാരുണ്യം ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുപോലെ എന്നെ എല്ലാ കാരുണ്യത്തിനും അവൻ തെരഞ്ഞെടുത്തതായി ഞാൻ കാണുന്നു. അതേ സമയത്ത് ഞാൻ അള്ളാഹുവിനെ അങ്ങോട്ട് ശുക്ർ ചെയ്യുന്ന രംഗം വരുമ്പോ വളരെ ന്യൂനതയുള്ളവനായി നമ്മൾ കാണുന്നു. മറ്റാർക്കോ നമ്മൾക്ക് മറ്റേതോ ഒരു റബ്ബുള്ളതുപോലെ റബ്ബിന് ശുക്ർ ചെയ്യുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇതിന് മാറ്റം വരണം ചെറുപ്പക്കാരെ. അല്ലാഹുവിനെ പ്രിയം മക്കളും, നിങ്ങളെ നേതാക്കന്മാരെ നിർദ്ദേശം നിങ്ങൾ നടപ്പാക്കുന്നില്ലേ? നേതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ടല്ലേ? ബാപ്പയുടെയും അതുപോലെ ഗുരുനാഥന്മാരുടെയും നിർദ്ദേശം നടപ്പാക്കുന്നില്ലേ? നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ടല്ലേ? നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരുടെ നിർദ്ദേശം നടപ്പാക്കുന്നത് ഗുണം ചെയ്യുന്നത് കൊണ്ടല്ലേ? എന്നാൽ ഏറ്റവും ഗുണം ചെയ്യുന്ന, എല്ലാ ഗുണവും എല്ലാ കാരുണ്യം ചെയ്യുന്ന രാജാവ്, ആ രാജാവിനെ പ്രിയം വെച്ച് അവൻ കൽപ്പിച്ച സമയത്ത് തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടതില്ലേ? സുബ്ഹി കളാക്കാതെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ പോയി ഈ ആയത്തുകളൊന്ന് ഓതേണ്ടതില്ലേ? അവരെ ഒന്ന് പുകഴ്ത്തേണ്ടതില്ലേ? അതുപോലെ അവൻ വിരോധിച്ചതൊക്കെ ഒന്ന് കൈയൊഴിക്കേണ്ടതില്ലേ? ഇൻഷാ അല്ലാഹ് ഞാനതിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.